LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 24 ദിവസം പിന്നിട്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും. പാർട്ടികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന ഈ സമരത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നിന്ന് ചേരുകയാണ്. ഒപ്പം ഈ PSC ഉദ്യോഗാർത്ഥികളുമുണ്ട്. ജ്യോതിഷ്, അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ VD സതീശന് മൂക്കിൻ തുമ്പത്താണ്. കണ്ണു തുറന്നാൽ കാണാവുന്നതേയുള്ളൂ. പോകുന്ന വഴികളിൽ ഒന്ന് കണ്ണു തുറന്ന് നോക്കണം എന്നുള്ളത് മാത്രം. എന്തായാലും ഇതുവരെ മിണ്ടിയിട്ടില്ല, ഇനി മിണ്ടുമെന്ന പ്രതീക്ഷയുമില്ല. എന്താണ് ഉദ്യോഗാർത്ഥികൾ ഇനി സമരം ശക്തമാക്കാനാണോ? അവരുടെ ഭാവിയുടെ കാര്യമാണ്, അവരുടെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിന്റെ ബാക്കിയാണ് ഈ സമരം. പറയൂ ജ്യോതിഷ്. രാഖി, LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം ഇന്ന് 24 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. എന്നിട്ടും മുഖ്യമന്ത്രിയോ അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയോ ഒരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഡൽഹിയിൽ പോയി പാർട്ടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ സ്വന്തം മൂക്കിൻ തുമ്പത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്ത് ഈ സമരം ഈ ഉദ്യോഗാർത്ഥികൾ നടത്തിയിട്ടും ഒരു നടപടിയും സർക്കാർ എടുത്തിട്ടില്ല എന്നാണ് നമുക്കറിയാം. സ്ത്രീകൾക്കൊപ്പം എന്നാണ് ഇപ്പോൾ സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഉള്ളത്. എന്നിട്ട് പോലും അവർക്ക് അനുകൂലമായ ഒരു സമീപനം, അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഉദ്യോഗാർത്ഥികൾ തന്നെ നമ്മോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ 24 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഡൽഹിയിൽ പോയി സർക്കാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്തുണ പാർട്ടികൾക്കൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ഇപ്പോൾ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ചില മുതലെടുപ്പുകൾ കൂടി സർക്കാർ നടത്തുന്നുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സത്യത്തിൽ കേരള ജനതയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. 6ാം വട്ടവും ചർച്ച നടന്നു എന്നൊരു പോസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യുകയും നിങ്ങളടക്കമുള്ള മീഡിയകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കേണ്ടത് എപ്പോഴായിരുന്നു ചർച്ച നടന്നത്? ആ ചർച്ചയുടെ എന്ത് കുറിപ്പാണ് സമരക്കാർക്ക് നൽകിയിട്ടുള്ളത് ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ മന്ത്രിയെ കണ്ടു എന്നത് സത്യമാണ്. ഞങ്ങൾ കണ്ടത്, ഞങ്ങളായി ഇനീഷ്യേറ്റീവ് എടുത്ത് മന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. മന്ത്രി എങ്ങോട്ടോ പോകാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങളോട് 2 വാക്ക് സംസാരിച്ചു. സത്യം തന്നെയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ വിഷമങ്ങൾ പറയുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയുകയും ചെയ്തത് സത്യം തന്നെയാണ്. ആ സമയത്ത് 2 മാസം വേണം നിങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം എയ്ഡഡ് സ്കൂളുകാർക്ക് കഴിഞ്ഞ 24-ാം തീയതി എയ്ഡഡ് സ്കൂളുകാരെ സുപ്രീം കോടതിയുടെ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ നിയമനം നൽകാൻ 10,000 അധ്യാപകരെ നിയമനം നൽകാൻ ഈ സർക്കാരിന് യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല. മറ്റ് യാതൊരു വിഷയങ്ങളിലും ഈ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ പറഞ്ഞിട്ടില്ല. പക്ഷേ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളായ ഞങ്ങൾ പഠിച്ചു എന്നുള്ള തെറ്റുകൊണ്ട് മാത്രം ഈ തെരുവിൽ കഴിഞ്ഞിട്ടും ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ ഞങ്ങൾക്ക് അനുഭാവപൂർണ്ണമായ നടപടികൾ ചെയ്യാനോ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോഴൊക്കെ പറയുന്നത് സാമ്പത്തിക ബാധ്യതയാണ് എന്ന് മാത്രമാണ്. എന്താണ് ഈ സാമ്പത്തിക ബാധ്യത എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ സത്യത്തിൽ ഞങ്ങൾ മാത്രമല്ല വഞ്ചിച്ചിട്ടുള്ളത്. ഈ സർക്കാർ കേരള സമൂഹത്തെ ഒന്നാകെ വഞ്ചിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, എയ്ഡഡ് സ്കൂളുകളിൽ കോഴ നൽകിയാണ് അധ്യാപകർ നിയമനം നേടുന്നത്. 50-60 ലക്ഷങ്ങൾ കോഴ മാനേജർക്ക് കൊടുത്താണ് നിയമനം നേടുന്നത്. നിയമനം നേടിയിട്ട് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ സെക്രട്ടേറിയറ്റിന് മൂക്കിന് താഴെ ഈ മന്ത്രിമാരുടെ മൂക്കിന് താഴെ വലിയൊരു എന്താ പറയുക അപലപിക്കേണ്ട കാര്യം നടന്നിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളിലെ ഞങ്ങൾക്ക് കിട്ടേണ്ട പോസ്റ്റുകളിലേക്ക് എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും പോസ്റ്റ് നഷ്ടപ്പെട്ട അധ്യാപകരെ പുനർവിന്യസിച്ചു. അതായത് 50-60 ലക്ഷം കൊടുത്ത് മാനേജറുടെ സ്കൂളിൽ ജോലി നേടി അവരെ ജോലി പോകുമ്പോൾ ആരുടെയും ഒന്നും നോക്കാതെ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒഴിവുകളിലേക്ക് അവരെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളിലേക്ക് എയ്ഡഡ് സ്കൂളിൽ കയറിയ അധ്യാപകരെ സർക്കാർ സ്കൂളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുമ്പോൾ മന്ത്രിയുടെ PS ഇന്നലെ പറഞ്ഞത് അങ്ങനെ ഒരു നിയമമുണ്ട്. ആ നിയമം എന്താണെന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല. DGയോട് ചോദിച്ചു, DG പറഞ്ഞു അങ്ങനെ നിയമം ഇല്ല. പിന്നെ എന്താണ് ഇതിങ്ങനെ ചെയ്യുന്നത്? കാരണം എയ്ഡഡുകാർക്ക് മാത്രമായി, പൈസയുള്ളവന് മാത്രമായി നമ്മുടെ കേരള സമൂഹം, കേരള വിദ്യാഭ്യാസ രംഗത്തെ ഇവർ മാറ്റിക്കുറിച്ചിട്ടുണ്ട്. ഇത് പറ്റില്ല. കേരളത്തിലെ യുവജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം, അനീതിക്കെതിരെ ശബ്ദമുയർത്തണം, തെരുവിലിറങ്ങണം, ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ടുമായി വരണം. കാരണം ഇവർ വഞ്ചിക്കുന്നത് കേവലം അധ്യാപകരെ മാത്രമല്ല, ഈ
സമൂഹത്തിൽ ഈ രാജ്യത്തെ സംസ്ഥാനത്തെ വോട്ടർമാരായ നമ്മളെയാണ് പറ്റിക്കുകയാണ്. പണമുള്ളവന് മാത്രം നീതി, പണമുള്ളവന് മാത്രം ജോലി, പഠിച്ചവർ പുറത്തു നിൽക്കൂ. നോക്കൂ, ഞങ്ങൾ ഈ വനിതകൾ അടങ്ങുന്ന ഈ സംഘം ഇന്നലെ ഈ പെരുമഴത്ത് രാത്രിയിലും ഞങ്ങളിവിടെ കിടന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ പ്രതിനിധികൾ ഇതുവരെ 24 ദിവസമായിട്ട് മന്ത്രി പറയുന്നുണ്ട് 6 തവണ ചർച്ച നടത്തി. മന്ത്രി തരട്ടെ, 6 തവണ ചർച്ച നടത്തി, എന്തെങ്കിലും തെളിവുകൾ തരട്ടെ. ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു കുറിപ്പുകളും നൽകില്ല. കാരണം ചർച്ചകൾ നമ്മൾ പലതരത്തിൽ കണ്ടിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് കുറിപ്പ് നൽകാറുണ്ട്, ഇന്ന സമയത്ത് ഇന്ന ആളുകളുമായി ചർച്ച നടത്താമെന്ന്. മന്ത്രി പുറത്തുവിടട്ടെ, എത്ര വട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്? ഇല്ല. കാരണം ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഓട്ടയടക്കുകയാണ്. ഇതല്ല ചെയ്യേണ്ടത്. നീതിപൂർവമായും അതായത് നീതിപൂർവമായ ഞങ്ങളുടെ ജോലികൾ ഞങ്ങൾക്ക് കിട്ടണം. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് PSCയെ കുറിച്ചാണ്. PSC അഴിമതിയുടെ കുത്തരങ്ങായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഞങ്ങൾക്ക് നിയമനം 4 ജില്ലകളിൽ ഇപ്പോഴും 1-ാം റാങ്കുകാരന് നിയമനം കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നത് അടുത്ത എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരും. എന്തിന്? ഒരു പൗരൻ്റെ 200 രൂപയോളം ചെലവഴിച്ച്, അതായത് ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം 200 രൂപയോളം ചെലവഴിച്ചാണ് ഈ കേരളത്തിൽ PSC പരീക്ഷകൾ നടത്തുന്നത്. എന്നിട്ട് നിയമനവും നൽകാൻ കഴിയുന്നില്ല. ഏകദേശം 3-4 കോടിയോളം രൂപ പൊതുജനത്തിൻ്റെ ഖജനാവിൽ നിന്നും എടുത്ത് ചെലവാക്കുകയും നിയമനം നൽകുകയും നിയമനം ഒരാൾക്കും നൽകാതിരിക്കുകയും വീണ്ടും അടുത്ത പരീക്ഷകൾ ഞങ്ങൾ നടത്തും എന്നുള്ള ധാർഷ്ട്യമാണ്. അപ്പോൾ പൊതുജനങ്ങളും ഇനി PSC എഴുതുന്നവരും ആദ്യം പ്രതികരിക്കേണ്ടത് PSCക്കെതിരെയും സർക്കാരിനെതിരെയുമാണ്. ഞങ്ങളുടെ കൂടെ അണിനിരക്കണം. ഞങ്ങൾക്ക് മാത്രമല്ല നീതി, ഇനി വരുന്നൊരു തലമുറ കൂടി ഇവിടെ ജീവിച്ചു പോകേണ്ടതുണ്ട്. ഇനിയും അധ്യാപക വിദ്യാർത്ഥികൾ ഇവിടെ ഒരു ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്. LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 24 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഈ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നത് എന്നുള്ളതാണ്. 24 ദിവസമായി അവർ മണ്ണ് വാരി തിന്ന് വരെ സമരം ചെയ്തു, എന്നിട്ടും അനങ്ങിയില്ല. പക്ഷേ അങ്ങ് ഡൽഹിക്ക് വച്ചുപിടിച്ചു. പാറ്റ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധം ആകാം, പക്ഷേ ഈ മൂക്കിൻ തുമ്പത്ത് നടക്കുന്നതിനെയാണല്ലോ ആദ്യം കാണേണ്ടത്, പരിഹരിക്കപ്പെടേണ്ടത്. പക്ഷേ പാറ്റകളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാകട്ടെ അനങ്ങുന്നില്ല, പൊതുവിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ അനങ്ങുന്നില്ല. ജ്യോതിഷ് ജനാർദ്ദനാണ് ഉദ്യോഗാർത്ഥികൾക്കൊപ്പം സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.